മലയാളത്തിൽ ഏറെ പട്ടാള സിനിമകൾ വന്നിട്ടുണ്ട്. കീർത്തിയക്ര, സൈന്യം, നായർ സാബ്, കുരുക്ഷേത്ര, പിക്കറ്റ് 43 അങ്ങനെ എത്രയോ എണ്ണമെടുത്താൽ വിജയിച്ചതും പരാജയപ്പെട്ടതുമായ ഒരുപാട് സിനിമകളുണ്ട്. അതിൽ നിന്ന് വ്യത്യാസപ്പെട്ട് നിൽക്കുന്ന ഒരു സിനിമയായിരുന്നു ലാൽ ജോസിൻ്റെ പട്ടാളം. അത് നാട്ടിൽ ക്യാമ്പ് ചെയ്യുന്ന പട്ടാളക്കാരുടെ സിനിമയായിട്ടാണ് കാണിക്കുന്നത്. അതിർത്തിയിലെ യുദ്ധത്തിൻ്റെ കഥ പറഞ്ഞ സിനിമകൾ ഏറെ ഉണ്ടെങ്കിൽ ലീവിന് വന്ന പട്ടാളക്കാരൻ്റെ കഥ പറഞ്ഞ സിനിമയായിരുന്നു പിൻഗാമി. എടക്കാട് ബറ്റാലിയൻ 06 പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഒരു പട്ടാളക്കഥയാണെങ്കിലും അത് തുടങ്ങുന്നത് ക്യാപ്റ്റൻ ഷഫീഖ് മുഹമ്മദ് നാട്ടിലെ ഉത്സവം പ്രമാണിച്ച് നാട്ടിൽ വരുന്നിടത്താണ്. തുടക്കത്തിൽ തന്നെ നറേഷനിലൂടെ എടക്കാട് എന്ന നാടിനെയും അവിടെ ഷഫീഖിൻ്റെ കുടുംബത്തെയും വ്യക്തമാക്കി തരുന്നുണ്ട്. ഈ ലീവ് കാലത്ത് നായകൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ കൂടെ ചേർത്ത് വെച്ചാണ് കഥ വികസിക്കുന്നത്. നവാഗതനായ സ്വപ്നേഷ് കെ നായരാണ് ചിത്രത്തിൻ്റെ സംവിധായകൻ. കൈലാസ് മേനോൻ സംഗീതം നൽകിയ നീ ഹിമമഴയായി എന്ന ഗാനം സിനിമ ഇറങ്ങുന്നതിന് മുന്നേ തന്നെ വലിയ ഹിറ്റായതുമാണ്. കമ്മട്ടിപ്പാടം എന്നതിന് ശേഷം പി ബാലചന്ദ്രൻ തിരക്കഥ ചിത്രം കൂടെയാണ് എടക്കാട് ബറ്റാലിയൻ 06. സംയുക്ത, സന്തോഷ് കീഴാറ്റൂർ, നിർമ്മൽ പാരാഴി, സുധീഷ്, പി ബാലചന്ദ്രൻ തുടങ്ങിയവരൊക്കെയാണ് ചിത്രത്തിലെ മറ്റു പ്രധാന കഥാപാത്രങ്ങളാവുന്നത്. നായകൻ ടൊവിനോ തോമസ്. ഒരുപക്ഷെ യുദ്ധം, അതിർത്തി തുടങ്ങിയ കാര്യങ്ങളെയൊക്കെ മാറ്റി നിർത്തി മറ്റൊരു രീതിയിൽ ഒരു പട്ടാള കഥ പറയാനുള്ള ശ്രമം എടക്കാട് ബറ്റാലിയനിൽ കാണാം. ഈ ഒരു യാത്രയിൽ പ്രണയം, കുടുംബബന്ധം, തീവ്രവാദം, വഴിതെറ്റിപ്പോകുന്ന യുവത, മയക്കുമരുന്ന് അങ്ങനെ ഒട്ടനവധി വിഷയങ്ങളെ കൊണ്ടുവരാനും ശ്രമിച്ചിട്ടുണ്ട്. പ്രകടനം നോക്കിയാലും എടുത്തു പറയത്തക്ക പ്രകടനങ്ങൾ ഒന്നും തന്നെ ഇല്ല എന്ന് പറയാം. ടൊവിനോ ലുക്കിൽ ഓക്കെ ആയിരുന്നെങ്കിലും പലപ്പോഴും പ്രകടനത്തിൽ പാളിപ്പോകുന്നുണ്ട്. പ്രത്യേകിച്ച് ദേഷ്യപ്പെടുന്ന സീനിലൊക്കെ ഒരു മിസ്മാച്ച് ഫീലായിരുന്നു. ആദ്യ ഭാഗങ്ങളിൽ നിർമ്മൽ പാലാഴി, സന്തോഷ് കീഴാറ്റൂർ എന്നിവരുടെ പ്രകടനങ്ങൾ നന്നായി വന്നിട്ടുണ്ട്. ഒരു ബന്ധവുമില്ലാതെ പോകുന്ന സീനുകളും ആ സീനുകൾ തന്നെ നാടകീയം നിറഞ്ഞതുമാവുന്ന കാഴ്ചയാണ് സിനിമ സമ്മാനിക്കുന്നത്. നല്ലൊരു സ്ക്രിപ്റ്റ്, സംവിധായകൻ എന്നിവ ഇല്ലാതെ പോയ സിനിമയാണെന്ന് തോന്നിപ്പോയി. ഒരു വൺ ലൈൻ പറഞ്ഞാൽ ചിലപ്പോൾ ഇഷ്ടപ്പെട്ടേക്കാവുന്ന ഒരു കഥ ഈ ചിത്രത്തിനുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ അത് തിരക്കഥയായപ്പോഴേക്കും ഇമോഷൻസിനെ കൃത്യമായി അവതരിപ്പിക്കുവാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും സാധിച്ചില്ല എന്നതും സങ്കടകരമാണ്. ഒരു ബിരിയാണി വയ്ക്കുന്ന സീനും തുടർ സംഭവങ്ങളുമൊക്കെ നോക്കുമ്പോൾ പ്രേക്ഷകനുണ്ടാവുന്ന ഒരു ആകാംക്ഷയുണ്ട്. പക്ഷേ വളരെ ലൈറ്റായി അതിനെ ട്രീറ്റ് ചെയ്യുന്നു. ഒന്നും വരുന്നില്ല അവിടെ. സുധീഷ് ബാലേന്ദ്രനെ കാണാൻ വരുന്ന സീനിൽ പെട്ടെന്നുണ്ടാവുന്ന ഭാവവ്യത്യാസം, സംയുക്ത ടൊവിനോയെ കണ്ട് തിരിച്ചു പോകുന്ന സീനിലുള്ള ഭാവങ്ങൾ, അങ്ങനെ പലയിടത്തും ഒട്ടും മാച്ചാവാത്ത രീതിയിൽ കഥാപാത്രങ്ങളെയും അവരുടെ ഇമോഷൻസിനെയും ചേർത്ത് വെച്ച അവസ്ഥയാണ് കാണാൻ സാധിക്കുന്നത്. ഒരുപാട് പ്രശ്നങ്ങൾ പറയുമ്പോഴും സംഭവങ്ങൾ പറയുമ്പോഴും ഒന്നും വ്യക്തമായി അവതരിപ്പിക്കാതെ പോവുകയും ചെയ്യുന്നു. മനസ്സിനെ ഒരു വിധത്തിലും ടച്ച് ചെയ്യാതെ പോയ സിനിമയാണ് എടക്കാട് ബറ്റാലിയൻ 06. തിയേറ്ററിലും ആശ്വാസമായത് കൈലാസ് മേനോൻ സംഗീതം നൽകിയ ഗാനം തന്നെയാണ്. അതിൻ്റെ മനോഹരമായ വിഷ്വൽസും ആയിരുന്നു. പക്ഷേ ഒരു ഗ്രാമത്തിൻ്റെ ആംബിയൻസ് കൊണ്ടുവന്നതിൽ വിഷ്വൽസൊക്കെ ഓക്കെ ആയിരുന്നു. പക്ഷേ അതിൻ്റെ ഒരു പ്രാദേശികത നിലനിർത്തുന്നതിൽ അതിൻ്റെ ഭാഷയെയോ ആ ഒരു സംസ്കാരത്തെയോ ഒന്നും ട്രീറ്റ് ചെയ്യുന്നതിൽ സംവിധായകൻ വേണ്ടത്ര ശ്രദ്ധ പുലർത്തിയിട്ടുമില്ല. താല്പര്യമുണ്ടെങ്കിൽ തിയേറ്ററിൽ നിന്ന് തന്നെ വിലയിരുത്തുക. മറ്റു സിനിമയുടെ വിശേഷങ്ങളുമായി വീണ്ടും കാണും വരെ ബൈ ബൈ.